ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നിരവധി ബീച്ചുകളുള്ളതിൽ ഏറ്റവും പ്രശസ്തമാണ് ബോണ്ടി ബീച്ച്. ആയിരക്കണക്കിന് പേരാണ് ഉല്ലാസത്തിനായി ഈ ബീച്ചിൽ എത്തുന്നത്. എന്നും ആഹ്ലാദം നിറഞ്ഞ ബീച്ചാണ് ഇത്. ഇവിടെ സമാധാനപരമായി സമയം ചെലവഴിക്കാനും നീന്താനും സർഫ് ചെയ്യാനും ബീച്ച് വോളിബോൾ കളിക്കാനുമൊക്കെ ആൾക്കാർ എത്തുന്നു. സൺബാത്തിനായി ആൾക്കാർ ബീച്ചിലെ മണ്ണിൽ മണിക്കൂറുകൾ കിടക്കുന്നതും പതിവാണ്. ഓസ്ട്രേലിയയിലെ പഴക്കം ചെന്ന ബീച്ചുകളിൽ ഒന്നുകൂടിയാണ് ബോണ്ടി. ഇങ്ങനെ ഓസ്ട്രേലിയക്കാരുടെ ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രമായ ബീച്ചിലാണ് ഭീകരത ഇന്ന് അരങ്ങേറിയത്. ബോണ്ടി ബീച്ചിലുണ്ടായ വെടിവെപ്പിൽ 10 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. പ്രാദേശിക സമയം വൈകിട്ട് 6:45ഓടെയാണ് വെടിവെപ്പുണ്ടായത്. 8 ദിവസത്തെ യഹൂദ ഉത്സവമായ ഹാനക്കയുടെ ആദ്യ രാത്രിയിലാണ് വെടിവെപ്പ് നടന്നത്. ഉത്സവവുമായി ബന്ധപ്പെട്ട് കടൽ തീരത്ത് നൂറുകണക്കിന് ജൂതന്മാർ ഒത്തുകൂടിയ സമയത്തായിരുന്നു വെടിവെപ്പ്. പരിക്കേറ്റ നിരവധി പേരെ സമീപത്തെ ആശുപത്രികളിൽ കൊണ്ടുപോയി. ബോണ്ടി ബീച്ചിലേക്ക് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പോകരുതെന്ന് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. പോലീസും എമർജൻസി റെസ്പോൺസും പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. സംഭവത്തിൽ 2 ഷൂട്ടർമാരെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് പറഞ്ഞു. ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നത് അനുസരിച്ച് ഏകദേശം 50 റൗണ്ട് വെടിവെപ്പുണ്ടായി. കറുത്ത വസ്ത്രം ധരിച്ച് 2 പേരാണ് വെടിവെച്ചത്. ആളുകൾ നിലവിളിക്കുകയും ചിതറിയോടുകയും ചെയ്തതോടെ ഇരുവരും തുടരെ വെടിവെച്ചുകൊണ്ടിരുന്നു. ബോണ്ടിയിലെ സംഭവം ഞെട്ടിക്കുന്നതും വേദനാജനകവുമാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് വ്യക്തമാക്കുകയും ചെയ്തു. മുമ്പ് മാഞ്ചസ്റ്ററിൽ ജൂതപ്പള്ളിയിൽ വെച്ച് 2 പേരെ കുത്തിക്കൊന്നത് സിറിയൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ ജിഹാദ് അൽ ഷാമി എന്ന 35കാരനായിരുന്നു. അന്ന് ജൂത പുണ്യദിനമായ യോം കിപ്പൂർ ദിനത്തിലാണ് ഈ ഭീകരാക്രമണം ഉണ്ടായത്. അന്ന് ഹീറ്റൺ പാർക്ക് സിനഗോഗിലാണ് ഭീകരാക്രമണം ഉണ്ടായത്. സിനഗോഗിന് വെളിയിൽ നിന്ന ആളുകൾക്കിടയിലേക്ക് കാറോടിച്ചു കയറ്റിയ ഷാമി പിന്നീട് ഒരാളെ കുത്തിക്കൊല്ലുകയായിരുന്നു. 2 യഹൂദ വംശജർ കൊല്ലപ്പെട്ടപ്പോൾ മറ്റ് 3 പേർക്ക് ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. യഹൂദ വിശ്വാസം അനുസരിച്ച് ഏറ്റവും പുണ്യമായ ഒരു ദിവസമായി കരുതുന്ന യോം കിപ്പൂർ ദിവസമായിരുന്നു ആക്രമണം ഉണ്ടായത്. ഇതിന് സമാനമായ ആക്രമണമാണ് സിഡ്നിയിൽ ഉണ്ടായിരുന്നത്. ജൂതരുടെ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ് ഹാനക്ക. BC 2-ാം നൂറ്റാണ്ടിലെ മക്കബൈൻ വിപ്ലവത്തിന്റെ സമയത്ത് ജെറുസലേമിലെ വിശുദ്ധ ദേവാലയം പുനഃപ്രതിഷ്ഠിച്ചതിന്റെ സ്മരണയിലാണ് ഹാനക്ക ആഘോഷിക്കുന്നത്. സമർപ്പിക്കുക അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കുക എന്നാണ് ഹാനക്ക എന്ന എബ്രായ വാക്കിന്റെ അർത്ഥം. 9 ശാഖകളുള്ള മനോറ എന്ന മെഴുകുതിരി കത്തിക്കുന്നത് ഹാനക്കയിലെ ഒരു പ്രധാന ആചാരമാണ്.